ملائكة سياحين في الأرض يبلغونني عن أمتي السلام. എൻ്റെ ഉമ്മത്തികളുടെ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അല്ലെങ്കിൽ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തുകൾ അല്ലാഹുവിൻ്റെ ഹബീബിനെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അല്ലാഹുവിൻ്റെ മലക്കുകൾ ഭൂമിയിൽ ഓടി നടക്കുന്ന ഒരു വിഭാഗം മലക്കുകൾ തന്നെയുണ്ട്. അവരുടെ ഡ്യൂട്ടി സലാം തൽസമയം എത്തിക്കലാണ്. തൽസമയം യുബല്ലിഗൂനനി അൻ ഉമ്മത്തി അസ്സലാം. മഹാന്മാർ പറയും വലാ യഖ്ഫാ അന്ന മിൻ ലാസിമി ദാലിക സിയാറതുഹു. പുണ്യ നബി തങ്ങളോട് സലാം പറഞ്ഞാൽ വരെ അത് നബിക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ തടികൊണ്ട് ഹബീബിന്റെ അരികത്തേക്ക് പോകേണ്ടവർ, പോകാൻ കഴിയുന്നവർ പോകണം എന്ന് തന്നെയല്ലേ ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. സലാം അവിടെ എത്തിക്കുന്നുണ്ട്, അത് ഇവിടെ ഇട്ടേച്ചു പോവല്ല, ഇവിടുന്ന് അള്ളാഹിന്റെ അടുത്തേക്ക് വിട്ടാൽ മതി, അല്ല, അത് ഹബീബിനെ എത്തിക്കുകയാണ്. അപ്പൊ നമ്മുടെ തടി തന്നെ ഹബീബിന്റെ മുമ്പിലേക്ക് എത്തിക്കണമെന്ന് സലാം എത്തിക്കുന്ന ഹദീസും വായിച്ചാൽ തന്നെ മനസ്സിലാവൂലേ എന്ന് മഹാന്മാർ ചോദിക്കുകയാണ്. യാ അല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഅന്ന സിയാറതഹു ഫീ ഖബ്രിഹി കസിയാറതിഹി ഖബ്ല മൗതിഹി, അങ്ങനെയാണ് അഹ്ലുസുന്നയുടെ അഖീദ. പുണ്യ നബി തങ്ങൾ വഫാത്താകുന്നതിൻ്റെ മുമ്പ് സ്വഹാബിമാർ പുണ്യ നബിയെ ചെന്ന് കണ്ടിട്ടുണ്ട്. അതുപോലെയുള്ളൊരു കാഴ്ച തന്നെയാണ്, ഒരു സിയാറത്ത് തന്നെയാണ് ഹബീബായ നബി തങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്യുന്നത്. അത് തങ്ങളെയാണ് സിയാറത്ത് ചെയ്യുന്നത്, തങ്ങളെ സിയാറത്ത് ചെയ്യൽ തന്നെയാണത്. അമ്പിയാക്കന്മാർ അവരുടെ ഖബറുകളിൽ ജീവിച്ചിരിക്കുന്നവരാണെന്ന് പരിശുദ്ധ റസൂൽ തന്നെ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അമ്പിയാക്കന്മാർ ജീവിച്ചിരിക്കുന്നവരാണ്. ഹയാത്തുൻ, അള്ളാഹു അവർക്ക് നൽകുന്നൊരു പ്രത്യേകമായൊരു ജീവിതമാണത്. വല്ലദീ നഫ്സി ബിയദിഹി, അള്ളാഹുവിനെ തന്നെയാണ് സത്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയട്ടെ, ലയൻസിലന്ന ഈസ ഇബ്നു മറിയം അലൈഹിമസ്സലാം, മറിയം ബീവിയുടെ പുത്രൻ ഈസ അലൈഹിസ്സലാം, ثم لئن قام على قبري لأجيبنه, എൻ്റെ ഖബറിൻ്റെ അരികത്ത് വന്ന് മഹാനായ ഈസ നബി അലൈഹിസ്സലാം വന്ന് നിൽക്കുകയും എന്നോട് സംസാരിക്കുകയും എന്നോട് സലാം പറയുകയും ചെയ്യുമ്പോൾ ലഉജീബന്നഹു, മഹാനായ ഈസ നബി അലൈഹിസ്സലാമിന് ഞാൻ മറുപടി കൊടുക്കുമെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ നബി തങ്ങൾ പറയുന്നു, ഞാൻ ഈസ നബിക്ക് ഉത്തരം കൊടുക്കും. ഈസാ നബി അലൈഹിസ്സലാം മസീഹു ദജ്ജാലിന്റെ ശേഷമാണ് വരുന്നത്. യൻസിലു അലൽ മനാറത്തിൽ ബൈളാ ശർഖിയ്യ ദിമഷ്ക്, ഈസ്റ്റ് ഡമസ്കസിലെ ആ വെളുത്ത മുനാരത്തിലൂടെ മഹാൻ ഇറങ്ങി വരുമെന്ന് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ മസ്ജിദുൽ അമവി എന്ന് പറയുന്നൊരു പള്ളിയിലാണ് അവർ. ആ പള്ളി ഇപ്പം അവിടെ നിലവിലുള്ള പള്ളിയാണ്. വെളുത്ത മുനാരങ്ങളാണതിന്. അവിടെയാണ് സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെ മഖാമ് കിടക്കുന്നത്, ഡമസ്കസിൽ അലൈഹിസ്സലാത്തു വസ്സലാം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട പിതാവ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സമയം ആ രോഗം ബാധിച്ചപ്പോ ഔസാനി അൻ ഉതാബിഹി ഖബ്റൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനവറുകൾ പറഞ്ഞു, ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഖബറിൻ്റെ അരികത്തേക്ക് എന്നെ കൊണ്ടുപോകണമേ. എന്നിട്ട് പറയണം, ഹാദാ അബൂബക്കറിൻ യുദ്ഫനു ഇൻദക യാ റസൂലല്ലാഹ്, നബി തങ്ങളുടെ പരിശുദ്ധമായ ഖബറിന്റെ അരികത്ത് ചെന്ന് പറയണേ, ഇത് അബൂബക്കറാണ് റളിയല്ലാഹു അൻഹു, നബിയെ അങ്ങയുടെ അരികത്ത് മറവ് ചെയ്യപ്പെടാൻ ആഗ്രഹിച്ചു വന്നതാണ് എന്ന് നബിയോട് പറയണം. ഫഇൻ അദിന ലക്കും ഫഇൻ ഉദിന ലക്കും ഫദ്ഫനൂനി, അവിടുന്ന് ഹബീബായ നബി തങ്ങളുടെ സമ്മതം കിട്ടിയാൽ നിങ്ങൾ മറവ് ചെയ്യണേ. അവിടുന്ന് റെസ്പോൺസ് കിട്ടും. അത് കിട്ടേണ്ട ആളുകൾക്ക് ആ അവസ്ഥയിൽ അവർക്ക് കിട്ടിയിരിക്കും. അങ്ങനെ ഒരു സമ്മതം പുണ്യനബിയുടെ ഖബറിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ ഫദ്ഹബൂ ബി ഇലൽ ബഖീഅ്, എന്നെ നിങ്ങൾ ബഖീയിൽ കൊണ്ടാണെങ്കിൽ തന്നെയും അവിടെയെല്ലാം വിളിച്ചു പറയാൻ അല്ലാഹുവിൻ്റെ മലക്കുകൾ ഉണ്ടാകും. അല്ലാഹുവിൻ്റെ മലക്കുകളുടെ സാന്നിധ്യമുണ്ട്. ആ വിളിച്ചു പറയുന്നത് ഹബീബിൽ നിന്നുള്ള ശബ്ദമാണോ അല്ല മലക്കുകളുടെ ശബ്ദമാണോ? അവിടുന്ന് വിളിയാളം വന്നിട്ടുണ്ട്, ഉദ്ഖുലൂ വകറാമ, കടന്നോളൂ വകറാമ, എല്ലാ ബഹുമാനവും ആദരവും നിങ്ങൾക്കുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീന പള്ളിയിലെ മസ്ജിദുൻ നബവിയിലെ ഹമാം, അവിടുത്തെ മദീന പള്ളിയിലെ പ്രാവ് എന്ന് പറയപ്പെടുന്ന ഒരു മഹാനുണ്ട്. മക്കയിലെ ഹമാമുൽ ഹറം എന്നറിയപ്പെടുന്ന മഹാനാണ് അബ്ദുല്ലാഹ് ബിൻ സുബൈർ എന്നവർ, അസ്മാ ബീവിയുടെ കുട്ടി, അസ്മാ ബീവി റളിയല്ലാഹു അൻഹയുടെ പൊന്നുമോൻ.
ഹിജറ വന്ന് കഴിഞ്ഞ് മദീനയിൽ ആദ്യം പ്രസവിക്കപ്പെട്ട ആദ്യത്തെ സ്വഹാബി കുട്ടി. ആ മഹാൻ അബ്ദുല്ലാഹിബ്നു സുബൈർ എന്നവർ മക്കയിൽ ഹമാമുൽ മസ്ജിദ് എന്നറിയപ്പെടാം. മക്കയിൽ നിന്നാൽ പ്രാക്കൾ വന്നങ്ങ തലയിൽ നിൽക്കുന്നത് ഒരു മരമാണ്, ഒരു പില്ലറാണ് എന്ന് തോന്നുന്ന. നമ്പറില്ലേ? കോയങ്ങൾ നമ്പർ കൊടുക്കേ. അതുപോലെ മസ്ജിദുൻ നബവിയിൽ താബിഈങ്ങളുടെ നേതാവ്, താബിഈങ്ങളിൽ മഹാന്മാരിൽപ്പെട്ട ഫുഖഹാ ഉസ്സബഈൽപ്പെട്ട ഉലമാ ഉസ്സബഈൽപ്പെട്ട മഹാനാണ് സഈദ് ബിൻ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി. മദീനക്കാരനാണ്. 40 വർഷം ഹബീബായ നബി തങ്ങളുടെ മസ്ജിദുൻ നബവിയിൽ ഇമാമോടുകൂടെയുള്ള തക്ബീറത്തുൽ ഇഹ്റാം എനിക്ക് നഷ്ടമായിട്ടില്ല എന്ന് പറഞ്ഞ മഹാൻ സഈദ് ബിൻ മുസയ്യിബ് റഹ്മഹുല്ലാഹ്. മദീനയിൽ ഒരു കലാപമുണ്ടായ കാലമുണ്ടായിരുന്നു. ലയാലി അൽ ഹറ എന്ന് പറയുന്ന ഒരു കലാപകാലമുണ്ടായിരുന്നു. അബ്ബാസികളുടെ കാലഘട്ടം. അൽ ഹറ, ലയാലി അൽ ഹറ ദുരന്തം നടക്കുന്ന സമയത്ത് പള്ളിയിലേക്ക് വരാൻ ആളുകൾക്ക് പേടിയായിരുന്നു. ആരും വന്നിരുന്നില്ല. മസ്ജിദുൻ നബവിയിൽ പോലും അദാൻ വിളിക്കപ്പെടാത്ത, വാങ്കുവിളി വിളിക്കപ്പെടാത്ത ഒരു സമയമുണ്ട്. അത്ര വലിയൊരു ഭീകരമായൊരു കാലഘട്ടം മദീനയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിനാണ് ഹറ സംഭവം എന്ന് പറയാം. അതിന്റെ വിശദീകരണത്തിലേക്ക് അടക്കല്ല. ആ സമയം പള്ളിയിൽ വാങ്കൊടുക്കാൻ മുഅദ്ദിനില്ല, ആരും പള്ളിയിൽ പോവില്ല. പക്ഷെ സഈദ് ബിൻ മുസയ്യിബ് എന്നവരുണ്ട്. അദ്ദേഹം താബിഈയാണ്, സ്വഹാബിമാരുടെ തൊട്ടുടനെ വന്ന മഹാനാണ്. ലഖദ് റഅയ്തുനി ലയാലിയൽ ഹറ വമാ ഫീ മസ്ജിദ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൈരി. അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ ഞാനല്ലാതെ മറ്റൊരാളും ഇല്ലായിരുന്നു. വമാ യഅതി വഖ്തു സ്വലാത്തിൻ ഇല്ലാ സമിഅ്തുൽ അദാന മിനൽ ഖബർ. പരിശുദ്ധമായ ഹബീബിന്റെ റൗദയിൽ നിന്ന് നിസ്കാര സമയമാകുമ്പോൾ വാങ്ക് വിളിക്കാറുണ്ട്, ഞാനത് കേൾക്കാറുണ്ട്. 5 നേരവും ഹബീബിന്റെ റൗദയിൽ നിന്ന് ഞാൻ വാങ്ക് കേട്ടിട്ടുണ്ട് എന്ന് മഹാനായ ലോകപ്രശസ്തനായ പണ്ഡിതൻ, മദീനക്കാരനായ ആലിം സഈദ് ബിൻ മുസയ്യിബ് റഹ്മത്തുള്ളാഹി തആല അലൈഹി. ആരും വാങ്ക് വിളിക്കാൻ മുഅദ്ദിനില്ല, പക്ഷേ പുണ്യനബിയുടെ റൗദയിൽ നിന്ന് വാങ്കുവിളി കേൾക്കാറുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സംഭവം മഹാനായ അല്ലാമ ലാൽകായി അവരുടെ കറാമാത്തുൽ ഔലിയായിൽ അബൂ നഈം അൽ അസ്ഫഹാനി തങ്ങൾ ദലായിലുൻ നുബുവയിലൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം ഹബീബിന്റെ റൗദയിൽ നിന്ന് അനുഭവിച്ച മഹാന്മാരാണത്. ഇബ്രാഹിം ഇബ്നു ഷൈബാൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയട്ടെ, ഞാൻ ഹജ്ജിന് പോകുന്ന കാലം മദീനയിൽ വന്നു. ഫഖതഖദ്ദംതു ഇലാ ഖബ്രി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ ഖബറിന്റെ അരികത്തേക്ക് വന്നു. ഫസല്ലംതു അലൈഹി. ഇന്നത്തെ പോലെ നമുക്ക് ഖബറിന്റെ അരികത്തേക്ക് പോകാൻ കഴിയില്ലല്ലോ. റസൂലുള്ളാഹി തങ്ങളുടെ പരിശുദ്ധമായ ഇന്ന് നമ്മൾ കാണുന്ന റൗള 3 ചെറിയ ദ്വാരങ്ങളാകാണ് അല്ലെ. ഹുനസ്സലാമു അലാ റസൂലില്ലാ, പിന്നെ ഇപ്പുറത്ത് സിദ്ദീഖ് തങ്ങളോട് സലാം പറയുന്ന സ്ഥലമാണ്. പിന്നെ ഇപ്പുറത്തൊരു ദ്വാരം, അവിടെ ഉമർ റളിയല്ലാഹു അൻഹു സലാം പറയുന്ന സ്ഥലമാണ്. നമ്മൾ ആ ഗ്രില്ല കാണുക. ആ ഗ്രില്ലിന്റെ ഉള്ളിൽ ഒരു വലിയ മതിലാണ്, ചുറ്റുമതിലാണ്. 4 ഭാഗത്തും ഏകദേശം പള്ളിയുടെ റൂഫിനോളം ഹൈറ്റുള്ള മതിലാണുള്ളത്. ആ മതിലിന്റെ ബാക്കിലാണ് റസൂലുള്ളാഹി തങ്ങളുടെ ഖബർ ഷരീഫ് ഉള്ളത്. ഇന്ന് നമുക്ക് എങ്ങനെ നോക്കിയാലും ഖബർ കാണാൻ കഴിയില്ല. മേലെന്ന് ഇറങ്ങാനേ കഴിയും, അതിലേക്ക് പോകാൻ വഴി പോലുമില്ല. അത് അന്നൊരു കാലത്ത് നൂറുദ്ദീൻ സംഗിയുടെ കാലത്തൊരു വലിയ ദുരന്തം നടക്കാൻ പോകുന്നത് മഹാനവറുകൾക്ക് സ്വപ്നദർശനമുണ്ടായതിൽ പിന്നെ, അതായത് റസൂലുള്ളാഹി തങ്ങളുടെ പരിശുദ്ധമായ ശരീരം അവിടെ നിന്ന് കുഴിച്ചെടുത്ത് കൊണ്ടുപോകാൻ അന്നത്തെ ചില തീവ്ര സിന്ദീഖുകൾ, നിരീശ്വരവാദികൾ ചെയ്ത പണിയെ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അന്നത്തെ ഖലീഫമാർ ചെയ്തു വെച്ചതാണ്. അതുകൊണ്ട് ഇപ്പം നമുക്ക് നോക്കിയാൽ കാണൂല, മക്കാമ് കാണൂല, കറുത്ത ചുമരുകളെ കാണും. ഏറ്റവും ഈ ഒരു ബിൽഡിങ്ങോളം ഇത്ര ഉണ്ടാവില്ല, എന്നാലും ഏകദേശം ഈ വുഡൻ വർക്ക് ചെയ്ത് അത്രയൊക്കെ ഹൈറ്റുള്ള 4 ചുറ്റുഭാഗത്തുമുള്ള മതിലുകളാണ്. അതിനകത്താണ് ഹബീബിൻ്റെ ഖബർ ഷരീഫ് എത്രയോ നൂറ്റാണ്ടുകളായിട്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.